ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ രക്ഷാപ്രവർത്തകരുടെ നീണ്ട ദിവസങ്ങളിലെ മിഷനിലാണ് അവരെ സുരക്ഷിതരായി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ മാനേജ്മെന്റുകൾ അവരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. നിയമസഭകൾ അതിനെ അംഗീകരിക്കുന്നില്ല. ഹൈക്കോർട്ടും അത് നിരാകരിച്ചു. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് പ്ലെയർ ഉസ്മാൻ ഖോജ 2023 ആഷസ് പരമ്പരയിൽ അവർ വിന്നേഴ്സായപ്പോൾ സെലിബ്രേഷൻ നടക്കുകയാണ്, വിന്നിങ് സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പം ഷാമ്പയിൻ പൊട്ടിക്കണിൻ്റെ തൊട്ട് മുമ്പ് ഉസ്മാൻ ഖോജ എന്ത് ചെയ്തു, അവിടുന്ന് മാറി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്യാപ്റ്റൻ ഷാമ്പയിൻ പൊട്ടിക്കണത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞിട്ട് ഉസ്മാൻ ഖോജനെ കൂട്ടിയിട്ട് അവർ ഒന്നിച്ച് ആഘോഷം നടത്തുകയാണ്. അപ്പം ഒരു ഇൻക്ലൂസീവ്നെസ്, ഒരു എല്ലാവരെയും ചേർത്ത് പിടിക്കുക, ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തെയും നിലപാടിനെയും 100% ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകണം എന്ന് ചിന്തിച്ച ക്യാപ്റ്റനൊരു ബിഗ് സല്യൂട്ട്. അതിപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മീഡിയകൾ ഉടനെ ചോദിക്കുക, എന്തിനാണ് ഒരു വിന്നിങ് സെലിബ്രേഷനിൽ പോലും മതം കുത്തിക്കയറ്റുന്നത്, ഇവർക്ക് എന്താണ് പറ്റിയത്, ഇത് സ്ലീപ്പർ സെല്ലായി മാറിയിട്ടുണ്ട്, ഇതൊരു ഇസ്ലാമിക രാജ്യമാകും. പിന്നെ ഒരു ആ തെക്ക് ഭാഗത്തുള്ളൊരു കാരണവരുണ്ട്, ഈ പിന്നെ അത്തുമുത്തും പറയണേ, മൂപ്പര് വന്നിട്ട് പറയും മലപ്പുറം ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണതാണ് നമ്മളെ നാട്ടിൽ നമ്മൾ കേൾക്കുക. കോയകൾക്ക് കീഴ്പ്പെട്ടു, ക്യാപ്റ്റൻ എന്തായി അടിമപ്പെട്ടു എന്നൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേൾക്കുക. ഭയങ്കര അക്ഷരാഭ്യാസമുണ്ട്, വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുന്ന നാട്ടിലൊരു രൂപമാണ് ഞാൻ പറയണത്. എന്നാൽ അവിടെ കാണുന്നൊരു കാഴ്ച, ഉസ്മാൻ ഖോജക്ക് ആ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോട് വിയോജിച്ചതുകൊണ്ട് അയാൾ മാറി നിൽക്കുകയാണ്. ഇതിൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പാഠമുണ്ട്. അയാൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കെ തന്നെ അയാൾക്ക് പറ്റാത്തൊരു കാര്യം വന്നപ്പോൾ അയാൾ അവിടുന്ന് മാറി നിന്നപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വല്ലതും നഷ്ടപ്പെടുത്തി അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാണ്. അത് തിരിച്ചു കൊടുത്തു. ക്യാപ്റ്റനെ അയാൾ വിളിപ്പിച്ചു. ഇത് ഈ കേസിൽ മാത്രമൊന്നുമല്ല, നമുക്ക് വേറെയും കാണാൻ കഴിയും. മൊയ്ൻ അലി ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറാണ്. ആദിൽ റാഷിദും മൊയ്ൻ അലിയും ഇതേപോലെ ഒരു പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലാന്ന് തോന്നുന്നുണ്ട് 2019 ഒരു വൺ ഡേ ഇൻ്റർനാഷണൽ മത്സരത്തിൽ അവർ ഈ ഷാമ്പയിൻ പൊട്ടിക്കണിൻ്റെ തൊട്ട് മുമ്പ് അവിടുന്ന് മാറുന്നത് കാണാൻ പറ്റും. അവിടുന്ന് അവർ പെട്ടെന്ന് മാറുന്നു. അവിടെ അവരുടെ ഒരു നിലപാട് അവർ കൃത്യമായിട്ട് എടുക്കുകയാണ്. ക്യാമറകൾക്ക് മുന്നിലാണ്, ലോകത്തിൻ്റെ മുന്നിലാണ്, ഒരു സെലിബ്രേഷനാണ് എന്നൊന്നും അവർ ചിന്തിക്കണില്ല. അവർ 100% അവരവരുടെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുന്ന നാട് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇംഗ്ലണ്ടിൽ അവരുടെ ഉന്നതമായ ക്രിക്കറ്റിൽ അവർ രണ്ടുപേര് അവരുടെ കൃത്യമായ നിലപാട് പുലർത്തി മാറുന്നു. ആരും അവരെ ആക്ഷേപിച്ചിട്ടില്ല. ഇവർ എന്താണ് ഈ കാണിക്കണമെന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഇനി ചോദിച്ചാൽ അതിന് കീഴ്പ്പെടുന്ന ആളുകളല്ല അവർ. അപ്പോൾ നമ്മൾ എവിടെയാണുള്ളതെങ്കിലും നമ്മളുള്ള ഇടത്തിൽ നമുക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്നൊരു നിലപാടുണ്ട്. അതാണ് സൂംബ വിഷയത്തിലൊക്കെ കട്ടൻട്രിയായി സമീപനം നമ്മൾ പറയാനുള്ള കാരണം. ആർക്കും ആഘോഷിക്കാവുന്ന, ആർക്കും ഇടപെടാവുന്ന സ്പേസുകളായി നമ്മുടെ പൊതു ഇടങ്ങൾ മാറണം എന്നുള്ള സ്റ്റാൻഡൊക്കെ നമ്മൾ പറയാനുള്ള കാരണം അതാണ്. മൂന്നാമത്തൊരു കാര്യം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്, ഒരു സ്പോർട്സ് അധ്യാപകനും അദ്ദേഹത്തിൻ്റെ കുട്ടികളും ഒരു ഗുഹയിൽ പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. രാജ്യം ഞാൻ ഓർക്കണില്ല. അവരിങ്ങനെ ഗുഹയിലേക്കൊന്ന് കയറി നോക്കി, പിന്നെ അങ്ങനെ ചെറിയ മക്കളാണ്, അവർ പോയി പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയ്ക്കെത്തി. പുറലോകം അതറിഞ്ഞ് ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ രക്ഷാപ്രവർത്തകരുടെ നീണ്ട ദിവസങ്ങളിലെ മിഷനിലാണ് അവരെ സുരക്ഷിതരായി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ നമ്മുടെ നാടൊക്കെ ആണെങ്കിൽ നേരെ വില്ലേജ് ഓഫീസർക്കെതിരെ, അവിടെ ഗുഹയുടെ കവാടം അടക്കാത്ത വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി, അതോടെ വിഷയം തീരും. അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്കും അതേപോലെ തന്നെ അവിടെ എത്തിയവർക്കൊക്കെ വേണ്ടിയിട്ട് ഹലാൽ ഫുഡിൻ്റെ കൗണ്ടറുകൾ തുറന്നിരുന്നു എന്നാണ്. ആ രാജ്യം ശ്രദ്ധിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്ന വ്യക്തികൾക്ക് മനസാന്നിധ്യത്തോടെ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അവരുടെ വിശ്വാസത്തിന് പിന്നെ അനുയോജ്യമായ ഫുഡ് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അവർ ചിന്തിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിലോ രക്ഷാപ്രവർത്തനത്തിൻ്റെ മുഖത്ത് പോലും മതം കുത്തിക്കയറ്റുകയാണ് എന്നാണ് പറയാം. യഥാർത്ഥത്തിൽ ഭരണഘടന വിശാലമായ ഒരു സ്വാതന്ത്ര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് പോകണം. ചില കോടതി വിധികളൊക്കെ നേരത്തെ ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പറ്റാത്ത, പഠിക്കാൻ പറ്റാത്ത, ആരാധനകൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് നീട്ടിവെക്കേണ്ടി വന്ന അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ 0.5 ഉണ്ടാകുള്ളൂ. വളരെ ന്യൂനാൽന്യൂനപക്ഷമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചത്
SSLC പരീക്ഷയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ അതന്നെ ഉപയോഗിക്കുക. പകൽ മുഴുവൻ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്ത വിധം ഒരു റൂമിൽ അവരെ ലോക്ക് ചെയ്തിടുക, മീൻസ് അവർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇടുക. അതിനുശേഷം അവരുടെ പ്രാർത്ഥന ടൈം കഴിയുമ്പോൾ രാത്രിയിൽ അവർക്ക് ചോദ്യപേപ്പർ കൊടുക്കുക. ഇൻവിജിലേറ്റർ വരിക. വെറും 2 കുട്ടികൾക്ക് വേണ്ടി ഇൻവിജിലേറ്റർ വരുന്നു. സിസ്റ്റം മൊത്തം അവർക്ക് വേണ്ടി ചിന്തിക്കുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ അവരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. നിയമസഭകൾ അതിനെ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഹൈക്കോർട്ടും അത് നിരാകരിച്ചു. സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി വാങ്ങി അവർക്കത് പെർമിറ്റ് ചെയ്ത് കൊടുക്കണം. അത് അവരുടെ എസെൻഷ്യൽ പ്രാക്ടീസിൻ്റെ, അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയണം. അപ്പം നമ്മളിത് ഉൾക്കൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും മുസ്ലിം ആചാരങ്ങളായിട്ടോ അനുഷ്ഠാനങ്ങളായിട്ടില്ല. ഒരു ശബ്ദം കൊണ്ടെങ്കിലും, അല്ലേ, ഒരു ശബ്ദം കൊണ്ടെങ്കിലും, ഒരു വാക്കുകൊണ്ടെങ്കിലും, ഒരു പ്രവർത്തനം കൊണ്ടെങ്കിലും ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇതിലൊക്കെ എല്ലാവരും പുലർത്തണം എന്ന് നമുക്ക് ഇന്നത്തെ ചിന്തയുടെ ഭാഗമായി പറയാൻ തോന്നുന്നു. ഈ ചിലപ്പോഴൊക്കെ ഞാനത് ചെയ്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ആളുകൾക്കിടയിൽ ഞാൻ എങ്ങനെ അത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വിട്ടു നിൽക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പല ആളുകളും അവനവൻ്റെ വിശ്വാസവും ആചാരങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്. അതിൻ്റെ ആവശ്യം സത്യത്തിലില്ല. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ടത് ആരുടെ തൃപ്തിയാണ്. അവൻ ഏറ്റവും അധികം ലഭിക്കേണ്ടത് ജനങ്ങളുടെ തൃപ്തിയല്ല, അവന് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ലഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ഒരാൾ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിലും ഞാനത് ചെയ്യണില്ല, ജനങ്ങൾക്കത് വെറുപ്പാകുമെന്ന് വിചാരിച്ച് ഞാനത് ഒഴിവാക്കണില്ല എന്ന് തീരുമാനമെടുത്താൽ അതിൽ അവന് ഗുണം ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്ന ഒരു വചനം, മനിൽ തമസ റിളല്ലാഹി ബിസഖത്തിന്നാസ് റളിയല്ലാഹു അൻഹു വഅർളാ അൻഹുന്നാസ് വമനിൽ തമസ റിളന്നാസി ബിസഖത്തില്ലാഹ് സഖിതല്ലാഹു അൻഹു വഅസ്ഖത അലൈഹിന്നാസ്. ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചാൽ എന്താ സംഭവിക്കുക? അവന് അള്ളാഹിൻ്റെ കോപം കിട്ടും, ജനങ്ങളുടെ കോപം കിട്ടും, ആളുകളുടെ തൃപ്തി അയാൾക്ക് കിട്ടൂല. തിരിച്ചങ്ങനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലൂടെ ആളുകൾ അയാളെ തൃപ്തിപ്പെടുകയാണ് ചെയ്യുക. അല്ലാതെ ആളുകൾ വെറുപ്പുണ്ടാണെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം നോക്കണുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടവും കിട്ടും, ആളുകളുടെ ഇഷ്ടവും കിട്ടും എന്നാണ്. ഇനി ജീവിതത്തിൽ യാതൊരുവിധ നന്മയും പാലിക്കാത്ത ഈ നാട് കുട്ടിച്ചോറാകണം, നശിക്കണം, എല്ലാവരും മദ്യപാനികളാകണം, എല്ലാവരും വ്യഭിചാരികളാകണം, ഇവിടെ ആകെ നാട് നശിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരുടെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളുടെ തൃപ്തി, അവരുടെ ഇഷ്ടം ജീവിതത്തിൽ കിട്ടിയിട്ട് നമുക്കൊരു ഉപകാരമില്ല. നല്ല മനുഷ്യന്മാരുടെ തൃപ്തി നമുക്ക് കിട്ടും. ഇപ്പോൾ ആളുകൾ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്തതായിരുന്നു ശരി, മൂപ്പരുടെ നിലപാടാണ് നല്ലത് എന്ന് കാലം പിന്നീട്, ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല, പിന്നീട് അത് സമ്മതിക്കും. അപ്പോൾ അതിനുവേണ്ടി പിന്നീട് ഇവരൊക്കെ ശരിയാണെന്ന് പറയാൻ പോകുന്ന ഒരു നിലപാടിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നൊരു തീരുമാനം തന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്.